കെപ്ലർ 452b നമ്മുടെ ഭൂമിയിൽ നിന്നും ഏകദേശം 1400 മുതൽ 1800 പ്രകാശ വർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹമാണ് കെപ്ലർ. എർത്ത് 2.0 അല്ലെങ്കിൽ എർത്ത് കസിൻ എന്നൊക്കെ വിളിപ്പേരുണ്ട്. എന്നാൽ എന്തുകൊണ്ടായിരിക്കാം കെപ്ലറിനെ എർത്ത് 2.0 അല്ലെങ്കിൽ എർത്ത് കസിൻ എന്ന് വിളിക്കുന്നത്? അല്ലെങ്കിൽ കെപ്ലറിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? അത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. ഒട്ടും പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയുടെ തുടക്കമേ പറഞ്ഞ പോലെ ഭൂമിയിൽ നിന്നും കെപ്ലറിലേക്ക് 1400 മുതൽ 1800 പ്രകാശ വർഷങ്ങളുണ്ട്. അതായത് ഭൂമിയിൽ നിന്നും പ്രകാശത്തിന്റെ സ്പീഡിൽ സഞ്ചരിക്കുകയാണെങ്കിൽ കെപ്ലറിലെത്താൻ 1400 മുതൽ 1800 വർഷം വരെ എടുക്കും. എന്നാൽ ഇപ്പോൾ നമ്മുടെ പക്കലുള്ള ഏറ്റവും വേഗത കൂടിയ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഭൂമിയിൽ നിന്നും കെപ്ലറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളെ അത് ഏകദേശം 10 മുതൽ 12 മില്യൺ വർഷങ്ങൾ വരെ എടുത്തേക്കാം. കെപ്ലർ ഒരു റോക്കി പ്ലാനറ്റ് കൂടിയാണ്. അതായത് നമ്മുടെ ഭൂമിയെ പോലെ തന്നെ വലിയ വലിയ മലകളും പാറകളും കൊണ്ട് നിറഞ്ഞ ഒരു ഗ്രഹമാണ് കെപ്ലർ. നമ്മുടെ ഭൂമിയെ പോലെ തന്നെ കെപ്ലർ അതിൻ്റെ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിലാണ് നിൽക്കുന്നത്. ഹാബിറ്റബിൾ സോണിൽ നിൽക്കുന്നതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അവിടുത്തെ ടെമ്പറേച്ചർ വെള്ളത്തിൻ്റെ ദ്രാവക രൂപത്തിൽ അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. കെപ്ലറിന് നമ്മുടെ ഭൂമിയെക്കാളും 1.6 മടങ്ങ് റേഡിയസ് കൂടുതലാണ്. അതുപോലെ തന്നെ മാസ് 5 മടങ്ങ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കെപ്ലറിന് ഭൂമിയെക്കാളും ഗ്രാവിറ്റിയും കൂടുതലാണ്. നമ്മുടെ ഭൂമി സൂര്യനെ വലം വെക്കുന്നത് പോലെ കെപ്ലർ 452b വലം വെക്കുന്നത് കെപ്ലർ 452 എന്ന് പറഞ്ഞ നക്ഷത്രത്തെയാണ്. നമ്മുടെ സൂര്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കെപ്ലർ 452വിനും നമ്മുടെ സൂര്യനും ഏകദേശം ഒരേ ടെമ്പറേച്ചറാണ്. എന്നാൽ കെപ്ലർ 452വിന് നമ്മുടെ സൂര്യനേക്കാളും 11% സൈസ് കൂടുതലും 37% മാസ് കൂടുതലും അതുപോലെ തന്നെ 20% ബ്രൈറ്റ്നസ്സും കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ സൂര്യൻ 4.6 ബില്യൺ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. എന്നാൽ അതേസമയം കെപ്ലർ 452 ആണെങ്കിൽ 6 ബില്യൺ വർഷങ്ങൾ പഴക്കമുള്ള ഒരു നക്ഷത്രമാണ്.